മണ്ണടിക്കാവിനെ പറ്റി അറിയാത്ത മലയാളികളുണ്ടാവില്ല. 3 തരത്തിലാണ് കാവ് പ്രസിദ്ധിയാർജിച്ചിട്ടുള്ളത്. സ്വയംഭൂവും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ സാന്നിധ്യമാണ് പ്രധാനം. അടുത്തത് അമ്മയുടെ കോമരമായ അഥവാ വെളിച്ചപ്പാടായ കാമ്പിത്താൻ എന്ന അമാനുഷിക ശക്തിയുള്ളയാൾ. മൂന്നാമതായി വേലുത്തമ്പി ദളവയുടെ ആത്മാഹൂതി നടന്ന സ്ഥലം. വളരെ പുരാതനമായ ഒരു ദേവി സന്നിധിയാണ് മണ്ണടിക്കാവ്. വാക്കവഞ്ഞിപ്പുഴ പണ്ടാരത്തിൽ വകയായിരുന്നു മണ്ണടിയും സമീപ പ്രദേശങ്ങളും. ഒരു ചെറിയ സൈന്യം പോലും അവർക്കുണ്ടായിരുന്നു. ബ്രാഹ്മണ ജന്മിയായ അവരുടെ സേനാ പരിശീലകനും സൈന്യാധിപനും നായർ പ്രമാണിയായ മംഗലത്ത് പണിക്കർ ആയിരുന്നു. മണ്ണടി ഭഗവതിയുടെ എല്ലാ കൽപ്പനകളും കാമ്പിത്താനിലൂടെയാണ് പുറത്തറിയിക്കുന്നത്. വലിയ അത്ഭുത സിദ്ധികളുള്ള ആളാണ് കാമ്പിത്താൻ. ഒരു കാമ്പിത്താൻ മരിച്ചാൽ ആ സ്ഥാനത്ത് മറ്റൊരു കാമ്പിത്താൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എവിടുത്തുകാരനെന്നോ എങ്ങനെ വന്നെന്നോ ഒന്നും ആർക്കും അറിയാൻ കഴിയാത്ത ആളായിരിക്കും കാമ്പിത്താൻ. പാണ്ഡ്യരാജാവ് കൊടുത്ത വാളും ചിലമ്പും അണിഞ്ഞായിരിക്കും അമ്മയുടെ കൽപ്പന അരുളുന്നത്. കാവിന് സമീപത്തുകൂടി ഒഴുകുന്ന പുഴയുടെ കയത്തിൽ വാളും ചിലമ്പും നിക്ഷേപിച്ച ശേഷമായിരിക്കും ഒരു കാമ്പിത്താൻ വിട പറയുന്നത്. അടുത്ത കാമ്പിത്താനായി എത്തുന്നയാൾ ഈ കയത്തിൽ മുങ്ങി വാളും ചിലമ്പും എടുത്ത് അമ്മയുടെ സാന്നിധ്യത്തിൽ അണിയണം. തന്നെയുമല്ല, മണ്ണടിയിൽ നിന്നും കിലോമീറ്റർ കിഴക്ക് വടക്കായുള്ള കലഞ്ഞൂർ എന്ന പ്രദേശത്തുള്ള കുടപ്പാറ എന്നൊരു പാറ കീഴടക്കുകയും വേണം. കാട്ടിൽ കുട നിവർത്തി വച്ചിട്ടുള്ള ആകൃതിയിൽ 30 അടിയോളം ഉയരമുള്ള ഒരു പാറയാണത്. അതിന് മുകളിൽ കയറുക ആരാലും അസാധ്യമാണ്. 3 പ്രാവശ്യം അത് അനായാസേന അതിക്രമിക്കണം. അങ്ങനെയുള്ള ആളായിരിക്കും കാമ്പിത്താൻ. കൽപ്പനകളില്ലാത്ത സമയങ്ങളിൽ പുഴയോരത്തുള്ള മരത്തണലിലായിരിക്കും കാമ്പിത്താന്റെ വിശ്രമം. കാവിലെ നിവേദ്യ സമയമാവുമ്പോൾ ആറ്റിൽ ചാടുന്ന കാമ്പിത്താൻ കുറെ കഴിയുമ്പോൾ ചൂടുള്ള പായസവുമായി പൊങ്ങി വരുമത്രേ. കാമ്പിത്താന് വിശ്രമിക്കാനായി പിന്നീട് പാറക്കടവിൽ തന്നെ ഒരു മണ്ഡപം പണിയിച്ചു കൊടുത്തു. ഒരിക്കൽ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിലപ്പെട്ട ചില വസ്തുക്കൾ മോഷണം പോയി. മഹാരാജാവ് കാമ്പിത്താനെ വിവരമറിയിച്ചു. കാമ്പിത്താൻ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ മോഷണവസ്തുവും മോഷ്ടാക്കളെയും കണ്ടെത്തി രാജാവിന് തിരിച്ചേൽപ്പിച്ചു. സന്തോഷസൂചകമായി പട്ടാഴി എന്ന ദേശം കാമ്പിത്താന് രാജാവ് പതിച്ചു കൊടുത്തു. മണ്ണടിക്കാവിൽ ബ്രാഹ്മണ പൂജയോ അരിവെച്ച് നിവേദ്യമോ ഇല്ല. മംഗലത്ത് പണിക്കർ പിന്നീട് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ക്ഷേത്രം പണിയുകയുണ്ടായി. അത് പുതിയ കാവെന്നും പടിഞ്ഞാറേ നടയെന്നും അറിയപ്പെടുന്നു. ഉച്ചബലിയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ തെക്കേ അതിരായി ഒഴുകുന്ന കല്ലടയാറിന്റെ തീരത്താണ് മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ താഴത്ത് കുളക്കടയുമായി ബന്ധിപ്പിച്ച് പാലമുണ്ട്. ഏത് ഭാഗത്തു നിന്നും മണ്ണടിയിൽ എത്തിച്ചേരാൻ സൗകര്യമുണ്ട്. ക്ഷേത്രത്തിനടുത്ത് തന്നെ വേലുത്തമ്പി ദളവയുടെ സ്മാരകവും മ്യൂസിയവും ഉണ്ട്.